ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു LLC അക്കാഡമി. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാഷ്യർ കം അക്കൗണ്ടൻറ്റ് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിലേക്ക് കേരള PSC 13/9/2025 നടത്തുന്ന കാഷ്യർ കം അക്കൗണ്ടൻറ്റിൻ്റെ ലേറ്റസ്റ്റ് സിലബസ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സിലബസ് BCom ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസിന് വേണ്ടിയിട്ട് PSC കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യുന്ന സിലബസ് തന്നെയാണ്. അപ്പം 13/9/2025 നടക്കാൻ പോകുന്ന 2 എക്സാമുകളാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ കാഷ്യർ കം അക്കൗണ്ടൻറ്റും. അതുകൊണ്ട് തന്നെ ഈ 2 ലിസ്റ്റിലേക്കുള്ള 2 ലിസ്റ്റ് ഇടുന്നതിന് വേണ്ടിയിട്ട് ഒരു കോമൺ ടെസ്റ്റ് ആയിരിക്കും നടത്തുന്നതായിരിക്കും. അപ്പോൾ ഈ 2 എക്സാം എഴുതുന്ന ആളുകളും ഒരേ സിലബസ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നോക്കാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിൻ്റെ കൂടുതൽ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഈ സിലബസിന് നമുക്ക് പുതിയ സിലബസ് എന്ന് പറയാൻ കഴിയില്ല. PSC ഒരു 2-3 വർഷമായിട്ട് BCom ക്വാളിഫിക്കേഷൻ വരുന്ന എക്സാമുകൾ വിളിക്കുന്ന സമയത്ത് കോമൺ ആയിട്ട് വെച്ചിട്ടുള്ള സിലബസാണ് അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ഒരിക്കലും അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ പ്രീവിയസ് സിലബസ് വെച്ച് നിങ്ങൾ പഠിക്കരുത്, ഈ ഒരു പുതിയ സിലബസ്. അപ്പോൾ ഇനി വരുന്ന എല്ലാ PSC എക്സാംസും അങ്ങനെ തന്നെയാണ്. BCom ബേസ്ഡ് ആണ് എക്സാം എങ്കിൽ BComൻ്റെ സിലബസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ CA ഇൻ്റർ ആണെങ്കിൽ CA ഇൻ്ററുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇത്തരം എക്സാമുകളിലൊക്കെ ജനറൽ ടോപ്പിക്കുകളൊക്കെ PSC എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 100% സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിലബസ് ആണ് ഇത്തവണയും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ തവണ വന്നിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത് ഇതിന് മുമ്പ് നടന്നിട്ടുള്ള BCom ബേസ്ഡ് എക്സാംസിൻ്റെ അതേ സിലബസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സിലബസ് എന്ന്. അപ്പോൾ ഈ ഒരു സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി 1 ഇയർ മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എക്സാമിനുള്ള ക്ലാസ്സുകൾ LLC അക്കാഡമി ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത സുഹൃത്തുക്കൾ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ്. അപ്പോൾ ഈ ഒരു സിലബസിൻ്റെ ഓറിയൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വേണ്ടത്. വളരെ കുറച്ച് സമയം മാത്രമാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിൻ്റെ കൂടുതലായിട്ടുള്ള അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം സിലബസ്. സിലബസിൽ 2 എക്സാമുകൾക്കായിട്ടുള്ള കോമൺ സിലബസ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സിലബസ് PSC സെപ്റ്റംബർ മാസത്തിലെ കലണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 432/2024 അസിസ്റ്റൻറ്റ് ഇൻ KFC, അതുപോലെ 597/2024 കാഷ്യർ കം അക്കൗണ്ടൻറ്റ് ഇൻ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്. ഈ 2 പോസ്റ്റിലേക്കും കോമൺ ആയിട്ടുള്ള സിലബസ് ആണ്. അപ്പോൾ ഈ സിലബസിൽ 10 മൊഡ്യൂളുകളായിട്ടാണ് ടോപ്പിക്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് അക്കൗണ്ടിങ് ആണ്. പിന്നെ അവർക്ക് ഓരോ മൊഡ്യൂളിനും ഈക്വൽ മാർക്ക് വീതമാണ് PSC ഇതിൽ അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വരുന്ന അക്കൗണ്ടിങ്ങിന് 10 മാർക്സ് ആണ്. അതുപോലെ ഓരോ മൊഡ്യൂളിനും 10 മാർക്ക് വീതമാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വരുന്ന അക്കൗണ്ടിങ്ങിൽ വരുന്നത് അക്കൗണ്ടിങ്ങിലെല്ലാം വരുന്നുണ്ട്. മീൻസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വരുന്നുണ്ട്, അതിൻ്റെ കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സോൾ ട്രേഡറുടെ അക്കൗണ്ട് വരുന്നുണ്ട്, ഫൈനൽ അക്കൗണ്ട് ഓഫ് സോൾ ട്രേഡർ വരുന്നുണ്ട്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് ആയിട്ടുള്ള ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വരുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് വരുന്നുണ്ട്, അഡ്മിഷൻ ആൻഡ് റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്ണർ വരുന്നുണ്ട്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, റിയലൈസേഷൻ അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്, ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ, അക്കൗണ്ടിംഗ് ഫോർ കൺസൈൻമെൻറ്റ്, ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആൻഡ് യൂസേജ് ഓഫ് സോഫ്റ്റ്വെയർ ഇൻ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ ഇത്രയാണ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. 10 മാർക്കാണ് ഈ ഒരു മൊഡ്യൂളിൻ്റെ ടോട്ടൽ അലോട്ട് ചെയ്തിട്ടുള്ള മാർക്ക്. നെക്സ്റ്റ് വരുന്നത് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആണ്. മൊഡ്യൂൾ 2ൽ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഫൈനാൻസിങ് ഡിസിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ, മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ്, റിസീവബിൾസ് മാനേജ്മെൻറ്റ്, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, ഡിവിഡൻഡ് പോളിസി, ഫോംസ് ഓഫ് ഡിവിഡൻറ്റ്, ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് പോളിസീസ്, ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഡിവിഡൻറ്റ്, തിയറീസ് ഓഫ് ഡിവിഡൻഡ് പോളിസീസ്, സ്റ്റോക്ക് സ്പ്ലിറ്റ്സ്, സ്റ്റോക്ക് റീപർച്ചേസ്. ഇത്രയും കാര്യങ്ങളാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. ദെൻ മൊഡ്യൂൾ 3ൽ വരുന്നത് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ്, അക്കൗണ്ടിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് ലേബർ കോസ്റ്റ്, അക്കൗണ്ടിംഗ് ഫോർ 4 ഹെഡ്സ്, മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബ്രേക്ക് ഇവൻ അനാലിസിസ്, കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് മാനേജ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ദെൻ മാനേജ്മെൻറ്റിൽ നാച്ചുറൽ ആൻഡ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ്, സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കൺട്രോളിംഗ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, ലീഡർഷിപ്പ് ആൻഡ് തിയറീസ്, മോട്ടിവേഷൻ ആൻഡ് തിയറീസ്. ദെൻ ലാസ്റ്റ് TQM. ഇത്രയാണ് മൊഡ്യൂൾ 4ൽ വരുന്നത് മാനേജ്മെൻറ്റ്. ദെൻ മാനേജറിയൽ ഇക്കണോമിക്സ് ആണ്. ഡിമാൻഡ് എസ്റ്റിമേഷൻ, ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്,
പ്രൈസ്, ഇൻകം, അഡ്വർടൈസ്മെൻറ്റ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, തിയറി ഓഫ് പ്രൊഡക്ഷൻ, പ്രൈസിംഗ് പോളിസി ആൻഡ് പ്രാക്ടീസസ്, ബിസിനസ് സൈക്കിൾ. ഇത്രയാണ് മാനേജറിയൽ എക്കണോമിക്സിൽ വരുന്നത്. ദെൻ മൊഡ്യൂൾ 6 കമ്പനി ലോ ആണ്. ഇൻട്രൊഡക്ഷൻ ടു കമ്പനി ലോ, കമ്പനി മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അപ്പോയിൻമെൻറ്റ്, ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, board committees, audit committee, board meeting, disclosure and transparency, annual return, winding up, voluntary winding up by National Company Law Tribunal, winding up by liquidator, procedure for liquidation. ഇത്രയാണ് കമ്പനി ലോയിൽ വരുന്നത്. ദെൻ മൊഡ്യൂൾ 7 ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. ഫൈനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ, ഫൈനാൻഷ്യൽ സിസ്റ്റം, ഫിനാൻഷ്യൽ മാർക്കറ്റ്, സ്ട്രക്ചർ ഓഫ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, പ്രൈമറി മാർക്കറ്റ്, മെത്തേഡ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ, പബ്ലിക് ഇഷ്യൂ, IPO, FPO, പ്രൊസീജിയർ ഓഫ് പബ്ലിക് ഇഷ്യൂ, ബുക്ക് ബിൽഡിംഗ് പ്രോസസ്, സെക്കൻഡറി മാർക്കറ്റ്, ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ്, മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ, BSE, NSE, ലിസ്റ്റിംഗ്, റെഗുലാരിറ്റി ഫ്രെയിംവർക്ക് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഇത്രയാണ് മൊഡ്യൂൾ 7 വരുന്നത്. ദെൻ മൊഡ്യൂൾ 8 ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് ആക്ട്, ബേസിക് കോൺസെപ്റ്റ്സ്, അസസ്മെൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ, പേഴ്സൺ, അസസ്സി, ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം, റേറ്റ് ഓഫ് ടാക്സ് ആപ്ലിക്കബിൾ ടു ദ ഇൻഡിവിജ്വൽ അസസ്സി, ഇൻകം ഫ്രം സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ്, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ സോഴ്സസ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം, ഡിഡക്ഷൻസ് ആൻഡ് എക്സംഷൻസ്, ടാക്സ് പ്ലാനിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺസ്. അപ്പോൾ ഇത്രയാണ് മൊഡ്യൂൾ 8 വരുന്നത്. ദെൻ മൊഡ്യൂൾ 9 മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആണ്. മാർക്കറ്റിംഗ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, കൺസ്യൂമർ ബിഹേവിയർ, പ്രോസസ് ഓഫ് കൺസ്യൂമർ ബൈയിങ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻസ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, പ്രോഡക്റ്റ് മീനിങ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോഡക്റ്റ്, കോൺസെപ്റ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് ഐറ്റം, പ്രൊഡക്റ്റ് ലൈൻ ആൻഡ് പ്രൊഡക്റ്റ് മിക്സ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, സ്റ്റേജസ് ഓഫ് PLC, പ്രൊമോഷൻ, concept of push and pull mix, type of promotion, advertising, personal selling, sales promotion and public relation. ഇത്രയാണ് മൊഡ്യൂൾ 9 വരുന്നത്. ദെൻ ലാസ്റ്റ് മൊഡ്യൂൾ ആണ് മൊഡ്യൂൾ 10 ഓഡിറ്റ് ആണ് വരുന്നത്. ഓഡിറ്റിംഗ്, ഓഡിറ്റ് പ്രോസസ്സ്, ഇൻറ്റേർണൽ ചെക്ക്, പ്രിപ്പറേഷൻ ബിഫോർ ഓഡിറ്റ്, ഓഡിറ്റ് പ്രോഗ്രാം, ഓഡിറ്റ് പ്രോസസ്, ഓഡിറ്റ് നോട്ട്ബുക്ക്, ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ, ഓഡിറ്റ് ഫീസ്, ഇൻറ്റേർണൽ കൺട്രോൾ, ഇൻറ്റേർണൽ ചെക്ക്, വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ, ഓഡിറ്റേഴ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, ഇൻവെസ്റ്റിഗേഷൻ വേഴ്സസ് ഓഡിറ്റിംഗ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് ഈ ഒരു എക്സാമിന് വരുന്നത്. അപ്പോൾ 2 എക്സാമിനും കോമൺ ആയിട്ടുള്ള സിലബസ് ആണ്. അപ്പോൾ ഈ 2 എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്ന സുഹൃത്തുക്കൾ ഉറപ്പായിട്ടും ഈ ഒരു സിലബസ് പ്രകാരം വേണ്ടി മാത്രം പഠിക്കുക. അപ്പോൾ സിലബസ് ഓറിയൻറ്റഡ് ആയിരിക്കും എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് LLC അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. അപ്പം ആപ്പിൽ ക്ലാസ്സുകൾ പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. MCQ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്, PDF നോട്ട്സ് അവൈലബിൾ ആണ്, വീഡിയോ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്